നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ 26. ഓസ്ട്രേലിയ ഇതിനകം 3-0 സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്നലെ മെൽബണിലെ MCGയിൽ ഒരു റെക്കോർഡ് കാണികൾക്ക് മുന്നിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ 20 വിക്കറ്റുകൾ വീണു. കളിയാകെ ഒരു നാടകീയമായ അവസ്ഥയിലാണ്. അതെ, പക്ഷെ ഇതിനിടയിൽ ഒരു വിചിത്രമായ കാര്യമുണ്ട്. കളിക്കളത്തില് മൈക്കൽ നെസർ 4 വിക്കറ്റുമായി തിളങ്ങുന്നു. പക്ഷെ ക്രിക്കറ്റ് ലോകത്തെ ചർച്ച മുഴുവൻ ടീമിൽ പോലുമില്ലാത്ത ജെയ് റിച്ചാർഡ്സൺ എന്ന മറ്റൊരു ഫാസ്റ്റ് ബൗളറെക്കുറിച്ചാണ്. അതെ, ആ ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം തേടുന്നത്. പരിക്കുകൾ കാരണം ഇത്രയും കാലം പുറത്തിരുന്നൊരാൾ ടീമിലേക്ക് തിരിച്ചു വന്നേക്കാം എന്നൊരു വാർത്ത വരുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ച? ശരിയാണ്. ഈ സംഭാഷണങ്ങൾ ഓസ്ട്രേലിയയുടെ ഒരു ആശയക്കുഴപ്പമാണോ അതോ അവരുടെ തന്ത്രമാണോ? നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ആരാധകന്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം. അവരുടെ ചോദ്യം ഇതാണ്: ജെയ് റിച്ചാർഡ്സൺ ഈ ടെസ്റ്റിൽ കളിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാണ് ഈ കോലാഹലം? അതൊരു സ്വാഭാവികമായ സംശയമാണ്. ഇവിടെ നമ്മൾ 2 തരം ചർച്ചകൾ തമ്മിൽ വേർതിരിച്ചു കാണണം. ഒന്ന്, നിലവിൽ കളിക്കുന്നതുകൊണ്ടുള്ള ചർച്ച. 2, ടീമിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ടുള്ള ചർച്ച. ഓക്കേ. റിച്ചാർഡ്സന്റെ കാര്യം ആ രണ്ടാമത്തെ ഗണത്തിൽപ്പെടും. ഇതിന്റെ പ്രധാന കാരണം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിന്റെ പരിക്ക്. ആ ഒഴിവ്. അതെ, ആ ഒഴിവിലേക്ക് ആര് വരും എന്നതായിരുന്നു പ്രധാന ചോദ്യം. അവിടെയാണ് നെസർ, ഡോഗറ്റ്, പിന്നെ റിച്ചാർഡ്സൺ ഈ പേരുകളൊക്കെ ഉയർന്നു വന്നത്. എങ്കിലും കളിക്കുന്ന നെസറിനേക്കാൾ കൂടുതൽ ചർച്ച റിച്ചാർഡ്സന് കിട്ടുന്നു. അതെന്തുകൊണ്ടാണ്? അതിന് ഒരു 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇതൊരു തിരിച്ചുവരവിന്റെ കഥയാണ്. റിച്ചാർഡ്സൺ വർഷങ്ങളോളം പരിക്കുകളോട് മറിയിട്ട് ശസ്ത്രക്രിയകൾക്ക് ശേഷം തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. അത്തരം കഥകൾക്ക് എപ്പോഴും ഒരു വൈകാരികമായ തലമുണ്ടാകുമല്ലോ. ശരിയാണ്. രണ്ടാമതായി, വേദി. ഇത് വെറുമൊരു ടെസ്റ്റ് മത്സരമല്ല, ബോക്സിംഗ് ഡേ ടെസ്റ്റാണ്. ഇന്നലെ മാത്രം ഏകദേശം 95,000 പേരാണ് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. അത്രയും വലിയൊരു വേദിയിലെ ചെറിയൊരു ചലനം പോലും വലിയ വാർത്തയാകും. തീർച്ചയായും. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം റിച്ചാർഡ്സൺ എന്ന കളിക്കാരൻ പ്രതിനിധീകരിക്കുന്ന ഒരു സാധ്യതയാണ്. സാധ്യത. അതെ, അത് നമ്മൾ വഴിയെ വിശദമായി സംസാരിക്കും. പക്ഷേ ഇവിടെയാണ് എനിക്കൊരു അനീതി തോന്നുന്നത്. മൈക്കൽ നെസറിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു. ഇന്നലെ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് തകർന്നപ്പോൾ 35 റൺസുമായി ടോപ്പ് സ്കോറർ. അതെ, ടോപ്പ് സ്കോറർ. അതിനു പുറമെ 4 വിക്കറ്റും വീഴ്ത്തി. ഒരു കളിക്കാരന് ഇതിലും കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലേ? ഒന്നും ചെയ്യാനില്ല. എന്നിട്ടും അടുത്ത മത്സരത്തിൽ സ്ഥാനമുണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ചർച്ച മുഴുവൻ മറ്റൊരാളെക്കുറിച്ചും. അതൊരു 100% ശരിയായ നിരീക്ഷണമാണ്. ഇതിനെ നല്ല തലവേദന എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും അതിന്റെ ഒരു മാനുഷികമായ വശം കാണാതിരിക്കാൻ പറ്റില്ല. നെസറിനിത് തീർച്ചയായും നിരാശാജനകമായിരിക്കും. പക്ഷേ സെലക്ടർമാരുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സങ്കീർണമായ തെരഞ്ഞെടുപ്പാണ്. അതെങ്ങനെയാണ്? കാരണം 2 പേരും 2 തരത്തിലുള്ള കഴിവുകളാണ് ടീമിന് നൽകുന്നത്. നെസർ ഒരു വർക്ക് ഹോഴ്സാണ്. വർക്ക് ഹോഴ്സ്. അതെ, വിശ്രമമില്ലാതെ ഒരേ താളത്തിൽ ഓവറുകൾ എറിയാൻ കഴിവുള്ള, വിശ്വസിച്ചു പന്തേൽപ്പിക്കാവുന്ന ഒരാൾ. ബാറ്റിംഗിലും ടീമിന് മുതൽക്കൂട്ടാണ്. ശരി. എന്നാൽ റിച്ചാർഡ്സൺ ഒരു എക്സ് ഫാക്ടറാണ്. മണിക്കൂറിൽ 145 കിലോമീറ്ററിലധികം വേഗതയില് പന്ത് ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതായത് കളി തിരിക്കാൻ കഴിവുള്ള ഒരാൾ. കൃത്യമായി. ഒരു സെഷൻ കൊണ്ട് കളി തിരിക്കാൻ കഴിവുള്ള മാച്ച് വിന്നർ. അപ്പോ സെലക്ടർമാർ ചിന്തിക്കുന്നതിതാണ്: നമുക്ക് വിശ്വസ്തനായ നെസറിനെ വേണോ അതോ കളി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള റിച്ചാർഡ്സണിനെ വേണോ? ഈ ചർച്ചകൾ കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം. നെസറിനെപ്പോലെ ഫോമിലുള്ള ഒരാളെ പുറത്തിരുത്തി പരിക്കിൽ നിന്ന് വരുന്ന റിച്ചാർഡ്സണെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് ഓസ്ട്രേലിയ ഒരുപക്ഷെ ഇത് ആവശ്യത്തിൽ കൂടുതൽ സങ്കീർണമാക്കുകയാണോ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം. എന്നാൽ കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഇതൊരു പ്രശ്നമല്ല, മറിച്ച് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ശക്തിയുടെ പ്രകടനമാണ്. ശക്തിയുടെ പ്രകടനം? അതെ. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് നോക്കൂ. കമിൻസ്, സ്റ്റാർക്ക്, ഹേസൽവുഡ്. ഈ ലോകോത്തര നിരയ്ക്ക് ഒരു പരിക്ക് പറ്റിയാൽ പോലും അവർക്ക് പകരം വെക്കാൻ സ്കോട്ട് ബോളണ്ട്, മൈക്കൽ നെസർ, ജെ റിച്ചാർഡ്സൺ, ബ്രെൻഡൻ ഡോഗറ്റ്. വലിയൊരു നിര തന്നെയുണ്ട്. അതെ,
ഇന്നത്തെ ക്രിക്കറ്റിൽ ഫാസ്റ്റ് ബൗളർമാരുടെ ജോലിഭാരം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത്രയും വലിയൊരു നിരയുള്ളതുകൊണ്ട് കളിക്കാരെ മാറി മാറി പരീക്ഷിക്കാനും എല്ലാവരെയും ഫിറ്റായി നിലനിർത്താനും ഓസ്ട്രേലിയയ്ക്ക് സാധിക്കുന്നു. ഓസ്ട്രേലിയയുടെ ഈ ബൗളിംഗ് ആഴം കാണുമ്പോഴാണ് ഇംഗ്ലണ്ടിന്റെ ദൗർബല്യം എത്ര വലുതാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. അതെ, അവരുടെ പ്രധാന ബൗളർ ജോഫ്ര ആർച്ചർ പരിക്കേറ്റ് പുറത്താണ്. ഇന്നലെ ജോഷ് ടങ് 5 വിക്കറ്റ് നേടിയെങ്കിലും അവർക്ക് ഇതുപോലെ പകരക്കാരെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. കൃത്യമായി. അവിടെയാണ് ഓസ്ട്രേലിയയുടെ തന്ത്രപരമായ മികവ് വ്യക്തമാകുന്നത്. ഈ ചർച്ചകൾ ഈയൊരു ടെസ്റ്റിനു വേണ്ടി മാത്രമുള്ളതല്ല. ഓ, അപ്പൊ ഇതിന് വേറെയും തലങ്ങളുണ്ട്. തീർച്ചയായും ഇതിനും മറ്റൊരു തന്ത്രപരമായ വശം കൂടിയുണ്ട്. അടുത്ത ആഷസ് പരമ്പര നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ശരി. അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്ന കൂക്കബുറ ബോളിനേക്കാൾ കൂടുതൽ നേരം സ്വിംഗ് ചെയ്യുന്ന ഡ്യൂക്ക് ബോളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഡ്യൂക്ക് ബോളിന്റെ മാറ്റം അത്രയധികം പ്രധാനപ്പെട്ടതാണോ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഡ്യൂക്ക് ബോളിന്റെ സീം കൂടുതൽ നേരം നിലനിൽക്കും. അത് ദിവസം മുഴുവൻ സ്വിംഗ് ചെയ്യാൻ സഹായിക്കും. ഓക്കേ. റിച്ചാർഡ്സനെ പോലെ ഉയർന്ന വേഗതയിൽ പന്ത് ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു ബൗളർക്ക് അവിടത്തെ സാഹചര്യങ്ങളിൽ ഒരു യഥാർത്ഥ മാച്ച് വിന്നറാകാൻ കഴിഞ്ഞേക്കും. അപ്പൊ സെലക്ടർമാരുടെ നോട്ടം ഈ ടെസ്റ്റിൽ മാത്രമല്ല, അടുത്ത 2 വർഷത്തേക്കാണ്. അതെ, ഇതൊരു ചെസ് കളി പോലെയാണ്. ഓരോ നീക്കവും ആലോചിച്ചാണ് അവർ നടത്തുന്നത്. ശരി. അപ്പോൾ ഇതൊരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷെ നമുക്ക് റിച്ചാർഡ്സൺ എന്ന വ്യക്തിയിലേക്ക് തിരിച്ചുവരാം. ഒരു ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയർ കാണുന്നത് ശരിക്കും ഒരു നിരാശയാണ്. അത്രയും കഴിവുള്ളൊരു കളിക്കാരൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, പെട്ടെന്ന് വീണ്ടും പരിക്ക്. അദ്ദേഹത്തിന്റെ കരിയർ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ചു പോകും. ലംബാർ ബോൺ സ്ട്രെസ് ഇഞ്ചുറി അല്ലെങ്കിൽ LBSI പോലുള്ള പരിക്കുകൾ ഫാസ്റ്റ് ബൗളർമാർക്കിടയിൽ സാധാരണമാണ്. ജോലിഭാരത്തിലെ വർധനവാണോ കാരണം? അതെ, ജോലിഭാരത്തിലെ പെട്ടെന്നുള്ള വർധനവ്, അതായത് അക്യൂട്ട് സ്പൈക്സ് ഇൻ വർക്ക് ലോഡ് എന്ന് പറയും, അത് പരിക്കിനുള്ള സാധ്യത കൂട്ടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാസങ്ങളോളം മണിക്കൂറിൽ 100 കിലോമീറ്റർ മാത്രം ഓടിച്ചൊരു കാർ പെട്ടെന്നൊരു ദിവസം ഫോർമുല 1 ട്രാക്കിൽ 300 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. എഞ്ചിൻ തകരാറിലാകാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഫാസ്റ്റ് ബൗളർമാരുടെ ശരീരത്തിനും ഇതേ നിയമം ബാധകമാണ്. റിച്ചാർഡ്സന്റെ കരിയർ ഇതിന്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണല്ലോ. അതെ, ഒന്നിലധികം തോളിനേറ്റ ശസ്ത്രക്രിയകൾ, ഗുരുതരമായ ഹാംസ്ട്രിംഗ് പരിക്ക്, ഇവയെല്ലാം കാരണം അദ്ദേഹത്തിന് 2019 ലോകകപ്പും 2023 ആഷസും നഷ്ടമായി. ഏകദേശം 1 വർഷത്തോളം പുറത്തിരുന്ന ശേഷം വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തെ വീണ്ടും കളിപ്പിച്ചത്. എങ്ങനെയായിരുന്നു ആ തിരിച്ചുവരവ്? ആദ്യം സാധാരണ ക്ലബ് മത്സരങ്ങളായ ഗ്രേഡ് ക്രിക്കറ്റ് കളിച്ചു, പിന്നെ ഓസ്ട്രേലിയ A ടീമിനു വേണ്ടി കളിച്ചു, അതിനുശേഷം സെക്കൻഡ് XI മത്സരങ്ങളിൽ പന്തെറിഞ്ഞു. ഇങ്ങനെ പടിപടിയായി ജോലിഭാരം കൂട്ടിയാണ് അദ്ദേഹത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു ദിവസം ഒരുപാട് ഓവറുകൾ എറിയാൻ കഴിയണമല്ലേ? അതെ, 25-26 ഓവറുകൾ വരെ എറിയാൻ സാധിക്കുന്നു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സെലക്ടർമാർ അദ്ദേഹത്തെ വീണ്ടും പരിഗണിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ? പല ബൗളർമാരും ഇത് നേരിടുന്നുണ്ട്. അല്ല. റിച്ചാർഡ്സന്റെ കാര്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഓസ്ട്രേലിയയുടെ തന്നെ മുൻ ബൗളർ റയാൻ ഹാരിസിനെയാണ്. റയാൻ ഹാരിസ്. പരിക്കുകൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ദൈർഘ്യം കുറച്ചെങ്കിലും കഴിച്ച മത്സരങ്ങളിലെല്ലാം അദ്ദേഹം ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. ചില കളിക്കാരങ്ങനെയാണ്. അവരുടെ മൂല്യം അവർ എത്ര മത്സരങ്ങൾ കഴിച്ചു എന്നതിലല്ല, എങ്ങനെ കളിച്ചു എന്നതിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. റിച്ചാർഡ്സൺ അടുത്ത മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ പോലും ഈ നിമിഷം അദ്ദേഹം ഓസ്ട്രേലിയൻ ടീമിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണോ? ഒരു സംശയവുമില്ലാതെ പറയാം, അതെ. ഇവിടെയാണ് നമ്മൾ ആ വലിയ ചിത്രം കാണേണ്ടത്. ആഷസ് പരമ്പരയുടെ ചരിത്രം പരിശോധിച്ചാൽ മികച്ച ബൗളിംഗ് നിരയുള്ള ടീമാണ് പലപ്പോഴും വിജയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ പിച്ചുകളിൽ. അതെ, ബാറ്റ്സ്മാൻമാർ പ്രശസ്തി നേടുമായിരിക്കും, എന്നാൽ 20 വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കഴിവാണ് ടെസ്റ്റ് മത്സരങ്ങൾ വിജയിപ്പിക്കുന്നത്. ഇന്നലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ 20 വിക്കറ്റുകൾ വീണത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ റിച്ചാർഡ്സന്റെ പ്രാധാന്യം കളിക്കളത്തിന് പുറത്താണ് കൂടുതൽ, അല്ലേ? ഇപ്പോൾ അതെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം പ്രതീകാത്മകമാണ്. അദ്ദേഹത്തിന്റെ പേര് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എതിരാളികളായ ഇംഗ്ലണ്ടിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതെന്തായിരുന്നു?
അത് ഇതാണ്. ഞങ്ങളുടെ പ്രധാന ബൗളർക്ക് പരിക്കേറ്റാലും ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം പകരക്കാരനായി വരാൻ ലോകോത്തര നിലവാരമുള്ള കളിക്കാർ ഊഴം കാത്തു പുറത്തിരിപ്പുണ്ട്. അതൊരു തരം മാനസിക യുദ്ധം കൂടിയാണ്. തീർച്ചയായും സാധാരണ ടീമുകൾക്ക് പരിക്കൊരു പ്രതിസന്ധിയാണ്. എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ശക്തിപ്രകടനത്തിനുള്ള ഒരവസരമായി മാറിയിരിക്കുന്നു. ശരിയാണ്. പകരക്കാരനായി വരുന്ന ഓരോ ബൗളറും മുൻപത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അത് എതിരാളികളുടെ മനോവീര്യം തകർക്കുന്ന ഒരു തന്ത്രം കൂടിയാണ്. റിച്ചാർഡ്സന്റെ പേര് ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിരയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ആ ആഴമാണ് അവരുടെ പ്രധാന ശക്തി. അതെ, ആ ആഴമാണ് ഒരു പരമ്പരയിലുടനീളം ഇംഗ്ലണ്ടിനു മേൽ സമ്മർദ്ദം ചെലുത്താനും പരിക്കുകൾ അനായാസം കൈകാര്യം ചെയ്യാനും ആധിപത്യം സ്ഥാപിക്കാനും ഓസ്ട്രേലിയയെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പന്തെറിയുന്നതിനു മുൻപ് പോലും അദ്ദേഹത്തിന്റെ പേര് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്. അതായത് അത് ഓസ്ട്രേലിയയുടെ തന്ത്രപരമായ ശക്തിയുടെ ഒരടയാളമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജെയ് റിച്ചാർഡ്സനെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ വെറുമൊരു കളിക്കാരനെക്കുറിച്ചല്ല. അത് ഓസ്ട്രേലിയയുടെ തന്ത്രപരമായ ആഴം, ഫാസ്റ്റ് ബൗളിംഗിന്റെ വെല്ലുവിളികൾ, പിന്നെ ആഷസിലെ അവരുടെ ആധിപത്യത്തിന്റെ യഥാർത്ഥ കാരണം. അതെ, ഇവയിലേക്കൊക്കെ ഉള്ള ഒരു വാതിലാണ്. കേവലം ഒരു കളിക്കാരന്റെ സെലക്ഷൻ എന്നതിലുപരി ഒരു ടീം എങ്ങനെ ദീർഘകാലത്തേക്ക് ആസൂത്രണം ചെയ്യുന്നു, കളിക്കാരെ എങ്ങനെ പരിപാലിക്കുന്നു, എതിരാളികൾക്കുമേലെങ്ങനെ മാനസികമായ മുൻതൂക്കം നേടുന്നു എന്നതിന്റെയൊക്കെ വ്യക്തമായ സൂചനയാണിത്. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് കരുതുന്നു. തീർച്ചയായും. കേൾവിക്കാർക്കായി ഒരു അവസാന ചിന്ത കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഓസ്ട്രേലിയയുടെ ഈ ഫാസ്റ്റ് ബോളിംഗ് ഫാക്ടറി ഇങ്ങനെ നിർത്താതെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത തവണ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇംഗ്ലണ്ടിനെ എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്.